എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സൗമ്യ സരൻ. നമ്മളിപ്പോൾ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് MDMA എന്നായിരിക്കും, അല്ലെ? എവിടെ ഇപ്പൊ ന്യൂസ് ചാനൽ തുറന്നാലും സോഷ്യൽ മീഡിയ തുറന്നാലും MDMA ഇല്ലാത്ത അല്ലെങ്കിൽ അത് കേൾക്കാത്ത ഒരു ദിവസമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടാവുന്നില്ല. MDMA ആയിട്ട് യുവാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു, MDMA കഴിച്ച യുവാവ് അല്ലെങ്കിൽ യുവതി അത് ചെയ്തു ഇത് ചെയ്തു, അങ്ങനെയുള്ള പല പല വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ ബേസിക് ആയിട്ട് എന്താണ് ഈ MDMA എന്നുള്ളതും എന്താണ് ഇത് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് എന്നുള്ളതും ഇതുകൊണ്ടുണ്ടാവുന്ന ശാരീരിക പ്രശ്നങ്ങൾ. ഇപ്പോ കഴിഞ്ഞ ആഴ്ചയാണ് MDMA വിഴുങ്ങിയിട്ട് ഒരു യുവാവ് മരിച്ചു, അല്ലെ? അതായത് പോലീസിനെ കണ്ട സമയത്ത് MDMA വിഴുങ്ങിയതാണ്, ആ യുവാവ് മരണപ്പെട്ടു. അപ്പോ അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് എത്രത്തോളം അപകടകാരിയാണ് ഈ ഒരു പദാർത്ഥം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്താണ് MDMA എന്നുള്ളതും എന്താണ് ഇത് നമ്മുടെ ശരീരത്തിനോട് ചെയ്യുന്നത് എന്നുള്ളതും എങ്ങനെയാണ് ഇത് മരണത്തിൽ കലാശിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് കേട്ടോ. അപ്പൊ MDMA എന്ന് പറയുന്നത് ഒരു സിന്തറ്റിക് ആയിട്ടുള്ള ലഹരി പദാർത്ഥമാണ്. ഇപ്പൊ കഞ്ചാവ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ലഹരി പദാർത്ഥമാണ്, അല്ലെ? നമുക്ക് ചെടിയായിട്ടൊക്കെ വളർന്നു വരുന്നതാണ്. പക്ഷേ MDMA ഉണ്ടാക്കിയെടുക്കുന്നതാണ് ആർട്ടിഫിഷ്യൽ ആയിട്ട്. അപ്പൊ അതുകൊണ്ടാണ് അതിനെ സിന്തറ്റിക് ആയിട്ടുള്ള ഒരു ലഹരി പദാർത്ഥമായിട്ട് പറയുന്നത്. ഇതിന് പല പേരുകളുണ്ട്, എക്സ്റ്റസി, മോളി എന്നൊക്കെ പറഞ്ഞിട്ട് പല പേരുകൾ ഇതിനെ വിളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ അതിന്റെ വഴിക്ക് പോട്ടെ, അത് നമ്മൾ അറിയേണ്ട കാര്യമല്ല. പിന്നെ ഇതെങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇത് ബാക്കിയുള്ള ലഹരി പദാർത്ഥത്തെക്കാൾ കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളതിനും ഉത്തരവുണ്ട്. കാരണം ഇത് ഓറലി എടുക്കാവുന്ന രൂപത്തിൽ, നമുക്ക് ഭക്ഷണം അല്ലെങ്കിൽ വായിലൂടെ കഴിക്കാവുന്ന രൂപത്തിലാണ് ഇത് പലപ്പോഴും വരുന്നത്, ടാബ്ലറ്റുകളായിട്ട് അല്ലെങ്കിൽ ക്രിസ്റ്റൽ രൂപത്തില്. അപ്പോ ഇപ്പോ കൊക്കൈനൊക്കെ ഉപയോഗിക്കുന്ന പോലെ പൊടി ഇങ്ങനെ മൂക്ക് കൂടെ വലിച്ചു കയറ്റുക, നമ്മൾ സിനിമയിലൊക്കെ കണ്ട പോലെ അത്രയൊന്നും ബുദ്ധിമുട്ടുകളില്ല ഇതിന്. അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കുക, ഇതൊന്നും വേണ്ട. സാധാരണ രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന പോലെ നമുക്ക് വായിലൂടെ കഴിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടുകൂടിയാണ് ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർ വളരെ ഈസി ആയിട്ട് കിട്ടുകയും ചെയ്യും, വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാനും പറ്റുമെന്നുള്ളത് കൊണ്ട് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതെന്താണ് നമ്മുടെ ശരീരത്തിനോട് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞ പോലെ ഇത് മിഥൈൽ എൻഡയോക്സി മെത്താംഫീറ്റമിൻ എന്ന് പറയുന്ന ഒരു വസ്തുവാണ്. അപ്പൊ ഈ ആംഫീറ്റമിൻ എന്ന് പറയുന്ന എല്ലാ പദാർത്ഥങ്ങളും സ്റ്റിമുലന്റുകളാണ്. അതായത് അത് നമ്മുടെ ശരീരത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ശരീരത്തിനെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവ വ്യവസ്ഥകളെയും, ഇപ്പൊ കാർഡിയോവാസ്കുലർ സിസ്റ്റം, GI ട്രാക്ട്, അങ്ങനെ നമുക്ക് എന്തൊക്കെ അവയവങ്ങളുണ്ടോ അതിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ഈ ആംഫീറ്റമിൻസ് ചെയ്യുന്നത്. അപ്പോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിന്റെയും പ്രവർത്തനം ഭയങ്കരമായ ത്വരിതഗതിയിലാവും. അതായത് നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും, നമ്മൾ സ്വെറ്റ് ചെയ്യാൻ തുടങ്ങും. പിന്നെ അത് മാത്രമല്ല, ആകെ മൊത്തം മൂഡ് എലിവേറ്റഡ് ആവും. നമ്മളിത് കഴിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വായിലൂടെ കഴിച്ചത് നമ്മുടെ അന്നനാളത്തിൽ ആമാശയത്തിലൊക്കെ എത്തി ദഹനം തുടങ്ങുന്നത് ഏകദേശം 45 മിനിറ്റ് ആവുമ്പോഴാണ്. അപ്പോൾ കഴിച്ചൊരു 30-45 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതിന്റെ ഇഫക്റ്റ് തുടങ്ങും. ഇതൊരു 3 മുതൽ 6 മണിക്കൂർ വരെ ഇതിന്റെ ഇഫക്റ്റ് നിലനിൽക്കുകയും ചെയ്യും. അപ്പൊ എന്താ നമുക്ക് തോന്നുക? നമ്മുടെ മൂഡ് ആകെ മൊത്തം അങ്ങ് എന്താ പറയാ എലിവേറ്റഡ് ആവും. നമ്മുടെ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ പോകുന്ന പോലെ തോന്നും. പിന്നെ നമുക്ക് ആകെ ഹാർട്ട് ബീറ്റ് കൂടും, BP കൂടും, BP ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. ഇതൊന്നും ആക്ച്വലി നമ്മൾ ഈ ഉപയോഗിക്കുന്ന ആൾ അറിയുന്നുണ്ടാവില്ല. പക്ഷെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് ഇഫക്റ്റുകളാണ് ഈ പറയുന്ന പോലെ ഭയങ്കരമായിട്ടുള്ള ഹാർട്ട് ബീറ്റ് കൂടുക, BP ഫ്ലക്ച്വേഷൻസ് വരിക, ഭയങ്കരമായി സ്വെറ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം സൈഡ് എഫക്റ്റുകൾ അതിന്റെ കൂടെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഉപയോഗിക്കുന്ന ആൾക്ക് തോന്നുന്നത് താനിങ്ങനെ ഒരു പരമാനന്ദം അനുഭവിക്കുന്ന പോലെ ഒരു ഫീല് അവർക്ക് ഇതിന്റെ ആദ്യത്തെ ഉപയോഗത്തിൽ തോന്നും. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്താണ്? ഇത് ഒരു ഉപയോഗത്തിൽ ഇങ്ങനെ ഒരു നല്ല ഫീല് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളത് നിർത്തില്ല, അല്ലെ? അത് നമ്മൾ അഡിക്റ്റഡ് ആവും. അങ്ങനെ നമ്മൾ ഇത് ഉപയോഗിക്കുന്നതിന്റെ അളവും, എത്ര നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതും കൂടും, ഉപയോഗിക്കുന്നതിന്റെ അളവും കൂടും. അളവ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഈ പറയുന്ന, ഞാൻ മുന്നേ പറഞ്ഞ എല്ലാ നെഗറ്റീവ് ഇഫക്റ്റുകളും കൂടും. ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എങ്ങനെയാണ് ഒരു പാക്കറ്റ് കഴിച്ച ആള് മരിച്ചത്? ഇതിന്റെ അളവ് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അളവ് കൂട്ടിയാലേ നമുക്ക് ആ ഒരു ഇഫക്റ്റ് കിട്ടാൻ തുടങ്ങും. കാരണം നമ്മുടെ ബോഡി അതിനോട് അങ്ങനെ താതാത്മ്യം പ്രാപിക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മുടെ ബോഡി അതിനോട് അഡ്ജസ്റ്റഡ് ആവും. ചെറിയ ചെറിയ ഡോസിലൊന്നും നിങ്ങൾക്ക് മുമ്പ് കിട്ടിയിരുന്ന ആ ഒരു സുഖം കിട്ടാത്ത അവസ്ഥ വരും. അപ്പൊ എന്താ പറ്റുക? ഇടയ്ക്കിടയ്ക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങും, ഉപയോഗിക്കുന്ന അളവും നമ്മൾ കൂട്ടി തുടങ്ങും. അളവ് കൂട്ടി ഒരു അവസ്ഥ എത്തുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്, അതായത് ഹൃദയത്തിനൊക്കെ പമ്പിങ് ഭയങ്കരമായിട്ട് ത്വരിതഗതിയിലാവല്ലേ, അതുകൊണ്ടാണ് നമുക്ക് പാൽപിറ്റേഷനും ഹൃദയമിടിപ്പൊക്കെ കൂടുന്ന പോലെ തോന്നുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഈ ഹൃദയത്തിന് ഒരു പരിധിയുണ്ട്, എല്ലാ അവയവങ്ങൾക്കും ഒരു പരിധിയുണ്ട്, അല്ലെ? അപ്പോ ഇത് കഴിയുമ്പോൾ ഹൃദയം പലതരത്തിലുള്ള അരിത്മിയാസ്, ഹൃദയത്തിന്റെ മിടിപ്പുകളിൽ വ്യത്യാസം വരും. ഒരു പരിധി വിട്ടു കഴിഞ്ഞാൽ ഹൃദയ സ്തംഭനം സംഭവിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇത് ഈ പറയുന്ന MDMA എന്ന് പറയുന്ന പദാർത്ഥം തുടക്കത്തിൽ ഒരു നല്ല ഫീല് തന്ന് പതുക്കെ ആ ഫീല് പിന്നെയും വേണം എന്നുള്ള ഒരു ചിന്ത ഈ ചെറുപ്പക്കാരിൽ ഉണ്ടാക്കി, അത് വീണ്ടും ഉപയോഗിക്കാനുള്ള ഒരു വ്യഗ്രത ഉണ്ടാക്കി, അതിന്റെ അളവ് കൂട്ടി ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ പറയുന്ന പോലെ, അതായത് അവർ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ആവുകയാണ്, അവരുടെ റിയാലിറ്റിയിൽ നിന്ന് അവർ കട്ട് ഓഫ് ആവുകയാണ്. അപ്പൊ എന്തെങ്കിലും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണോ നമ്മളിത് ഉപയോഗിക്കുക. അപ്പൊ ആ റിയാലിറ്റിയിൽ നിന്ന് കട്ട് ഓഫ് ചെയ്ത് നമ്മളെ വേറെ ഒരു രോഗത്തെ എത്തിക്കുന്ന പോലെ ഒരു ഫീല് ഇത് നമുക്ക് തരുന്നു. ഇതൊരു യൂഫോറിക് ഫീലാണ് തരിക, അതായത് ഒരു പരമാനന്ദം ഫീല്. ഓക്കെ, പക്ഷേ ഇതൊന്നും റിയൽ അല്ല.
കാരണം നമുക്ക് ആ റിയാലിറ്റിയിൽ നിന്ന്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ പലപ്പോഴും യാതൊരു പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക, പല കാര്യങ്ങൾ, അതായത് സ്ഥലകാലബോധമില്ലാതെ പെരുമാറുക ഒക്കെ ചെയ്യുന്നത്. കാരണം അവർ ആ റിയാലിറ്റിയിൽ നിന്ന് കട്ടാണ്. തനിക്ക് ചുറ്റും സംഭവിക്കുന്നത് എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളതിൽ നിന്ന് അവർ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യുന്ന ആളുകൾ പല കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതും പല നിയമം തെറ്റിക്കുന്നതും അങ്ങനെ പല 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 പ്രശ്നങ്ങളിൽ പോയി ചാടുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് MDMA, ഇതാണ് നമ്മുടെ ശരീരത്തിനോട് ഇത് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ മക്കൾ പ്രത്യേകിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, എങ്ങനെയാണ് നമുക്കിത് പെട്ടെന്ന് മനസ്സിലാവുക? നമ്മുടെ മക്കളിലുള്ള പെട്ടെന്നുള്ള സ്വഭാവ വ്യതിയാനങ്ങൾ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കണം. കാരണം അവര് കുറച്ച് സീക്രട്ടീവ് ആവുന്നു, ഭയങ്കരമായിട്ട് പ്രിവസി വേണം എന്ന് പറയുന്നു, പെട്ടെന്ന്, അതായത് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നു, പെട്ടെന്ന് സന്തോഷിക്കുന്നു, പെട്ടെന്ന് സങ്കടപ്പെടുന്നു. അങ്ങനെ നോർമൽ അല്ലാത്ത രീതിയിൽ അബ്നോർമലായിട്ട് പെട്ടെന്നുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ സ്വഭാവത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എന്റെ കുട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല, എന്റെ കുട്ടി നല്ല കുട്ടിയാണെന്നുള്ള വിശ്വാസത്തിലൊന്നും ഇരിക്കാതെ ഏത് തരത്തിലുള്ള ഹെൽപ്പാണോ വേണ്ടത് ആ ഹെൽപ്പ്, അത് നിയമപരമായിട്ടായിരിക്കാം, മെഡിക്കൽ ആയിരിക്കാം, സൈക്കോളജിക്കൽ ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങളത് തേടുക തന്നെ വേണം കേട്ടോ. അപ്പൊ അതിന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതിന്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ മക്കളുടെ സ്വഭാവത്തിൽ ഉണ്ടാവുന്ന പെട്ടെന്നുണ്ടാവുന്ന വ്യതിയാനങ്ങൾ അതെന്താണെന്നുണ്ടെങ്കിലും അത് നിങ്ങൾ ഒരിക്കലും കാണാതെ പോകരുത് കേട്ടോ. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ഈ ഒരു ടോക്ക്. അപ്പോൾ MDMA എന്താണെന്നും അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന അപകടം എന്താണെന്നുള്ളതും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്തെത്തിക്കും. ബൈ.